ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയും നന്ദുവും കൂടി ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരുവാ. നമ്മൾ രണ്ടുപേരും ഒരു ടീമല്ലേ, അതായത് ഫുട്ബോളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരല്ലേ ഒന്നിക്കണ്ടേ, അങ്ങനെയൊക്കെ. അതിന് പകരം നാളെ എന്നെ തളയ്ക്കാനുള്ള പുറപ്പാടാണെന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് സഹിക്കാൻ വരുന്ന കാര്യമല്ല നന്ദു എന്നൊക്കെ അനി പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ, എനിക്ക് ഓർമ്മ വെച്ചതിൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞത് നീയുമായിട്ട് അടുപ്പം ആയിട്ടുള്ളതിന് ശേഷം മാത്രമാണ്. അപ്പോൾ എൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ കള്ളം പറയത്തില്ലെന്ന് വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഏട്ടനോടും ഏട്ടത്തിയോടൊക്കെ ഞാനിപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. പക്ഷേ നീ നിൻ്റെ നാളത്തെ നിശ്ചയം കഴിഞ്ഞാൽ അവന്തിക്കായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കള്ളമൊന്നും പറയേണ്ടി വരില്ല എന്ന് നന്ദു പറയുമ്പം അത് ശരിയാണ്. അപ്പോൾ പിന്നെ ഞാൻ കള്ളം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലാത്തൊരു പെണ്ണിനെ കെട്ടണമല്ലേ എന്ന് അനി നന്ദുവിനോട് ചോദിച്ചു. നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് കല്ല് വെച്ച നുണകൾ പറയാനും ഞാൻ തയ്യാറാണെന്നും അനി പറയുമ്പോൾ എന്ത് നേര് പറഞ്ഞാലും നുണ പറഞ്ഞാലും അത് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല അനിയെന്ന് പറയുക കേട്ടോ. നടക്കുന്നില്ലെങ്കിൽ അത് വേണ്ടടി, നമുക്ക് രണ്ടാൾക്കും മനസ്സിലൊരു ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ പോകുന്നത് പോലെ അങ്ങ് പോയാൽ പോരെ എന്ന് അനി നന്ദുവിനോട് ചോദിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് അവധിയാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നൊക്കെ അനി പറയുമ്പം വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് വിഷമം ഉണ്ടാക്കുന്നൊന്നും നമ്മൾ ചെയ്യരുതെന്നും നന്ദു പറഞ്ഞു. എടി, ഇതൊന്നും മുടക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ നന്ദു ഇങ്ങനെ കാല് പിടിച്ച് സംസാരിക്കുക. ആ സമയത്ത് ഇവിടെ എടാ, അനാമികയുടെ കാര്യം പോലെയല്ല അവന്തികയുടെ കാര്യം എന്ന് നിനക്കറിയില്ലേ? പിന്നെ അവന്തിക നല്ല കുട്ടിയല്ലേന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ അവളും ഫ്രോഡാ. അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടമല്ലെന്ന് 1000 തവണ പറഞ്ഞാലും അത് കേൾക്കാതെ പിന്നാലെ ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, എന്നെ സ്നേഹിക്കുന്നവർ പോലും ഈ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, അതാണ് കഷ്ടമെന്നൊക്കെ അനി നന്ദുവിനോട് പറയുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നവീൻ്റെ അമ്മയും മുത്തശ്ശനും കൂടെ സംസാരിക്കുക. അപ്പോൾ മകൻ്റെ വിവാഹക്കാര്യം വന്ന് അമ്മ അച്ഛനോട് പറയുമ്പോൾ നീ പറയുന്ന പോലെ ഒന്നും നടക്കാൻ പോകണില്ലെന്ന് പത്മയോട് നമ്മുടെ നരസിംഹൻ സാറ് പറയുന്നു. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിച്ചു. നകുലൻ ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോൾ നിന്നോട് എന്താ പറഞ്ഞേ? തൻ്റെ ഇല്ലാത്ത പെൺകുട്ടികൾ കുറവാണ് എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ നീ പഴുതും കെട്ടിപ്പിടിച്ചോണ്ടത് എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുമ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശ എന്ന് നവീൻ. എടാ, നിൻ്റെ അച്ഛൻ ഉടനെ വരുന്നുണ്ട്, തിരിച്ചു പോകുന്നതിന് മുൻപ് നിൻ്റെ കല്യാണം നടത്തണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പം അതെങ്ങനെ നടത്തും? അമ്മയുടെയും എൻ്റെയും ടേസ്റ്റ് രണ്ടല്ലേ. ഇനിയിപ്പം ഞാൻ വാശി പിടിക്കുന്നില്ല, നീ ആരെയാന്ന് വെച്ചാൽ കെട്ടിക്കോ എന്ന് അമ്മ പറഞ്ഞപ്പോഴത്തേക്കും നവീന് ഭയങ്കര സന്തോഷം. അത് കേട്ടപ്പം ലോട്ടറി അടിച്ച സന്തോഷത്തിലേക്ക് നിൽക്കാം. ആ സമയം പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ ഒരു കുഴപ്പം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വേണു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നോക്ക്, നിനക്കേതോ വനിതാ SI ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ഏതാ അവള് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഇതെല്ലാം വേണു കേട്ടോണ്ട് വരുക. അപ്പം നിൻ്റെ അമ്മ നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ ആ പെൺകുട്ടി ആരാണെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞാലിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു ഇങ്ങനെ പാത്തും പതുക്കി ഒന്നിങ്ങനെ ചെയ്ത് വട്ടം പിടിച്ചേ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആലോചനയുമായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അതിനപ്പുറം അവളോട് കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നും പറയാം. എന്നാൽ പിന്നെ നീ പെട്ടെന്ന് സംസാരിക്കടാ, എന്നിട്ട് ആരാന്ന് വെച്ചാൽ അതൊന്ന് പറയാൻ പറഞ്ഞു. ഇനി അത് ആരാണെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുമോ എന്ന് നവീൻ ചോദിച്ചു. അതിന് ഞങ്ങൾക്ക് പരിചയമുള്ള കുട്ടിയാണോ നീ കണ്ടുവച്ചിരിക്കുന്നതെന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് വേണു ഇതെല്ലാം കേട്ട് ചെവി ഇങ്ങനെ ഓർത്ത് നിൽക്കുക. നവീനുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇനി ആരാണെങ്കിലും കുഴപ്പമില്ല. ഇനി നകുലേട്ടൻ വരുമ്പോൾ ഞാൻ വാശി പിടിച്ചിരുന്ന എന്നെ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന കാര്യം പറയാം, അതെനിക്ക് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ശരി, ഇനി ഏതായാലും അമ്മയ്ക്കും മുത്തശ്ശനും ഒരുപാട് കാത്തിരിക്കേണ്ടി വരത്തില്ല. അച്ഛൻ വന്നിട്ട് പോകുന്നതിന് മുൻപ് തന്നെ അമ്മയ്ക്കൊരു മരുമകളെ കിട്ടുമെന്ന് നമ്മുടെ നവീൻ. അപ്പോഴത്തേക്കും വേണു അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നു. അപ്പോൾ താനെന്താ ഇവിടെ? അത് പിന്നെ സാറിനെ ഒന്ന് കാണാൻ വന്നു പറഞ്ഞു. അപ്പോൾ സാർ ഒന്ന് പുറത്തോട്ട് വരാവോ? അപ്പോൾ ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് മുത്തശ്ശൻ ചോദിച്ചു. മൂർത്തിയെയും കുടുംബത്തെയും നാണം കിടത്താൻ നോക്കിയവൻ അല്ലേ ഇയാളും ഇയാളുടെ മോളും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇത്ര കാര്യമൊന്നും വീട്ടിൽ കയറ്റരുതെന്ന്? ഇല്ല നവീനെ, എന്താ ഇയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ മുത്തശ്ശ, തവാ എന്ന് പറഞ്ഞ് നവീൻ എന്നിട്ട് വേണുവിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവരങ്ങ് പോയി. ആ സമയത്ത് പത്മ അച്ഛനോട്, അച്ഛാ എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടി? അച്ഛന് അവളെ പറ്റി എന്തെങ്കിലും സൂചന അവൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ തന്നിട്ടില്ല, ആരാണെന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നത് ആ സഹൃദയനോടാണ്, അയാളോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ആ കനകയുടെ മോളോ മറ്റോ ആണോന്ന് എൻ്റെ പേടിയെന്ന് പറയുമ്പം ആരായാലും ശരി, അതിന് നീയായിട്ട് എതിർക്കാൻ നിൽക്കരുത്. അവളെ ഒന്നും എനിക്ക് മരുമകളായിട്ട് സങ്കല്പിക്കാനേ പറ്റത്തില്ല അച്ഛാന്ന് ഈ പത്മ പറയുമ്പോൾ ഇത് രണ്ടും കൂടി പറഞ്ഞാൽ അത് നടക്കത്തില്ല കേട്ടോ പത്മേ.
ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്മയകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് എന്താടോ താൻ വന്നതെന്ന് ഇങ്ങനെ നവീൻ അന്നേരം വേണുവിനോട് ചോദിക്കുക. അത് കേട്ടപ്പം അത് പിന്നെ ഞാനേ കേസിനെക്കുറിച്ച് സംസാരിക്കാനാണ് സാറേ വന്നത്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നല്ലോ. അനിയും അനിയുടെ മുറപ്പണ്ണും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞാൽ താനും തൻ്റെ മോളും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്ന്. അന്നേരം സാറേ അത് പിന്നെ നിശ്ചയം നടന്നിട്ട് പിന്നെ ഞങ്ങളുടെ കാര്യം നടന്നില്ലെങ്കിലോ സാറേ, അപ്പോൾ അവരുടെ കല്യാണം നടത്തണ്ടേന്ന് ചോദിക്കാം നവീനെ. സാറേ ഞാൻ ഇതേപ്പറ്റിയൊക്കെ സംസാരിക്കാനാണ് വന്നതെങ്കിലും അകത്തോട്ട് വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു എന്നീ വേണു പറയുക. പിന്നെ സാറ് ഒരു SIയെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ല ആ SI നമ്മുടെ നന്ദുമേടം ആണോ എന്ന് ചോദിക്കുമ്പം നവീൻ നിങ്ങളൊന്ന് ചിരിച്ചു. അപ്പോൾ സാറിൻ്റെ മുഖത്ത് പുഞ്ചിരി കണ്ടാൽ അറിയാം അത് നന്ദുമേടം തന്നെയാണെന്ന്. പിന്നെ എനിക്കും എൻ്റെ മോൾക്കും ഒക്കെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു സാറേ. ആ രീതിയിലായിരുന്നല്ലോ സാറിൻ്റെ പോക്കൊക്കെ. അപ്പോൾ എടോ ഇതിന് താൻ പാടി നടക്കാൻ നോക്കണ്ട. അയ്യോ ഇല്ല സാറേ, ഞാൻ പറയാനും പാടാനും ഒന്നിനും പോകുന്നില്ല. പിന്നെ അനി അവന്തികയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ സാറിന് തടസ്സം അങ്ങ് മാറി കിട്ടുമല്ലേ. പിന്നെ അല്ല ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ അനിക്ക് നന്ദുവിനെ വലിയ ഇഷ്ടമാണ് സാറേ. അത് സാറിനും അറിയാവുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് നേരത്തെ തന്നെ സാറിനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണോടോ, അല്ലാതെ താൻ കരുതുന്നത് പോലത്തെ ഒരു ഇഷ്ടമൊന്നും ഇല്ല എന്ന് നവിയും പറയുമ്പം അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ അനിയുടെ കല്യാണം കഴിഞ്ഞാൽ സാറിന് അതൊരു ആശ്വാസമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പം അനി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ പ്രേമം വരുമ്പോൾ പിന്നെ സുഹൃത്തും മച്ചമ്പിയൊന്നും ഇല്ല എൻ്റെ സാറേ. അപ്പോഴേ ആ നിശ്ചയം നടന്നു പോകുന്നത് നമുക്ക് രണ്ട് കൂട്ടർക്കും നല്ലതാണല്ലേ. അന്നേരം അതെ, അതുകൊണ്ട് ഒരു കാരണവശാലും താൻ അതിന് തടസ്സം നിൽക്കരുത് എന്ന് നവീൻ പറയുന്നു. അപ്പം കൊള്ളാമട വക്കീലെ, നിന്റെ റൂട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി എന്നെ എൻ്റെ മോളെയും പറഞ്ഞു പറ്റിക്കുകയാണല്ലേ എന്ന് വേണു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. താനെന്താടോ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പം അല്ല അത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലേ സാറ് പറഞ്ഞതുപോലെ നഷ്ടപരിഹാര തുക വാങ്ങിച്ച് തരുമല്ലോ അല്ലേ. അപ്പം നഷ്ടപരിഹാരം കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡിവോഴ്സിന് മുന്നേ നിശ്ചയം നടത്തിയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമാക്കാൻ പറ്റും. അവിടെ മിക്കവാറും അനി അവൻ്റെ മുത്തശ്ശനും ഒക്കെ നിങ്ങളുടെ വഴിക്ക് വരും എന്ന് പറയും. അന്നേരം അത് മതി സാറേ, അത് മതി, അത്രയും മതി. അത് കേൾക്കാനായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് വേണു. എന്നാൽ പിന്നെ ഞാനിങ്ങോട്ട് പോട്ടെ സാറേ. സാറിൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നെ എൻ്റെ മോളെ ഒന്നും അത്ര ഇഷ്ടമുള്ളതല്ലല്ലോ, അപ്പോൾ പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വേണു ഇങ്ങനെ അങ്ങ് പോരുക. നിന്നെ വിറ്റ പൈസ എൻ്റെ കയ്യിലുണ്ടടോ നവീൻ വക്കീലേ എന്ന് പറഞ്ഞ് വേണു നേരെ വീട്ടിലോട്ട് പോവുക. രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മോള് തൊട്ടരികിൽ വന്നിരിക്കുക. അപ്പോൾ ദേ അമ്മ ഇനിയിപ്പോൾ ഓരോരുത്തനുമായിട്ട് ഇംഗ്ലണ്ടിന് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അവനൊക്കെ ഏത് തരക്കാരാണ് ദൈവത്തിന് തന്നെ അറിയാവുന്ന രേവതി അനാമികയോട് പറയുമ്പം എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അനിയെ ഞാൻ കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്കറിയാവുന്നതല്ലേ എന്ന് അനാമിക ചോദിച്ചു. അത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ അവനെ എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. എന്താ അയച്ചാ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം ആ മെസ്സേജ് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയണ്ടടി മോളെ. ഞാൻ ആ വക്കീലിനെ കാണാൻ പോയപ്പോൾ അവിടെ പുതിയൊരു കല്യാണാലോചന നടക്കുക. അവിടുത്തെ സംസാരമൊക്കെ ഞാൻ കേൾക്കുന്നത് അവരാരും കണ്ടില്ല എന്നും വേണു. നന്ദുവിനെ നവീൻ വക്കീൽ കെട്ടാനുള്ള പുറപ്പാടിലാടി മക്കളെ. അതങ്ങേര് സമ്മതിച്ചു. അയ്യോ അപ്പം നമ്മുടെ സംശയം ശരിയാണല്ലോ വേണുവേട്ടാ എന്ന് രേവതി. അതെ, നന്ദുവും അനിയും തമ്മിൽ അടുപ്പമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നവീൻ അവന്തികയും അനിയും തമ്മിലുള്ള കല്യാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മളിത് അങ്ങനെ അങ്ങ് നിസാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ലടി മോളെ. നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ട സമയമാണിതെന്ന കാര്യം പറയുമ്പം ബുദ്ധി പ്രയോഗിക്കുന്നൊക്കെ കൊള്ളാം, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് രേവതി. അല്ലാതെ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് തല്ലി വാങ്ങാൻ നിൽക്കരുതെന്നും പറഞ്ഞു. ഈ നിശ്ചയം ആലംബിയെ പറ്റൂ എന്ന് വേണു. ഇതത്ര നിസാര കാര്യമൊന്നും അല്ലടി എൻ്റെ മോളെ. പിന്നെ ഡിവോഴ്സ് നടത്താതെ ഒരു കാരണവശാലും മോതിര കൈമാറ്റം നടത്താൻ പാടുള്ളതല്ല. അതിന് നിയമം പോലും ഇല്ല. അല്ലെങ്കിലും അവന് നല്ലൊരു പെണ്ണിനെ കിട്ടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നും അത്രത്തോളം കോടതി മുറിയിൽ അവനും ആ വക്കീലും ചേർന്ന് എന്നെ അപമാനിച്ചതെന്ന് അനാമിക പറയുമ്പം മോളെ മനോരോഗി പോലും ആക്കിയില്ലേ, മെൻ്റൽ പേഷ്യൻ്റ് ആക്കിയില്ലേ എന്ന് വേണു. അല്ല അതിലൊക്കെ സത്യമുള്ള കാര്യമല്ലേ എന്ന് രേവതി എന്തായാലും ചോദിച്ചു. ഇവള് കുറേ നാൾ ചികിത്സയിലായിരുന്നില്ലേ എന്നും അമ്മ ചോദിക്കുമ്പം എന്ന് വെച്ച് അതൊക്കെ കോടതിയിൽ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അനാമിക. കേസാകുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടേ, അതല്ല അതിനപ്പുറവും അവരൊക്കെ പറയും.
എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തൊലി ഉരിച്ച നവീൻ വക്കീൽ തന്നെയാണ് ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കണം. അതിൽ ചതിയുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാ. ഇനിയിപ്പോൾ ആ തോന്നൽ ശക്തമായ സ്ഥിതിക്ക് അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും കൂടെ നിൽക്കാൻ ഞാനുണ്ട് അച്ഛാന്ന് ഈ അനാമിക പറയുന്നു. ചിലതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടടി മോളെ ഒന്ന് വേണു. അങ്ങനെ അച്ഛനും മോളും കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവിടെ നിശ്ചയത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നടത്തട്ടെ, എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്, ഞാനത് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ നിൽക്കുന്നു. അനാമികയും ഭാര്യ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാവരും കൂടി ഫുട്ബോൾ കാണാനൊക്കെ ആയിട്ട് ഇരിക്കുക. റൊണാൾഡോ അടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയതായിട്ട് പോലും സമനിലയിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. മുത്തശ്ശനും അതുപോലെ നമ്മുടെ ആദർശും ഒറ്റ ടീമും. അപ്പോൾ മെസ്സിയുടെ കളി കാണാം ചന്ത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. ആ സമയത്ത് നമ്മുടെ അബി മാത്രം വേറൊരു ഇത്. അപ്പോൾ അബി ഒറ്റപ്പെട്ടിരിക്കുക. അപ്പോൾ അബി ഇവരെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ ഇത് വെറുതെയാണ്, നിങ്ങളൊക്കെ കാത്തിരുന്നാൽ മതി, ഇത്തവണത്തെ കപ്പ് ഞങ്ങൾ ഫ്രാൻസ് കൊണ്ടുപോകുമെന്ന് നമ്മുടെ അബി പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മെസ്സി ഗോളടിച്ചു. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. അതെ, ഈ ഫുട്ബോളിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നിലവിളിച്ചാൽ നാട്ടുകാർ ഓടി വരില്ലേ എന്ന്. അപ്പോൾ അമ്മ ഇപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള നിലവിളിയൊക്കെയാണെന്നൊക്കെ അമ്മ അജയൻ പറഞ്ഞേ, അതുകൊണ്ട് ആരെയും ശ്രദ്ധിക്കത്തില്ലെന്നും. ഇതും കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങൾ നിർത്തി. മെസ്സി 3 ഗോൾ അടിച്ചു എന്ന് പറയുമ്പം ഏതോ രാജ്യത്ത് കിടക്കുന്നവൻ ഗോൾ അടിച്ചാൽ അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനമെന്ന് മുത്തശ്ശി ചോദിക്കാട്ടോ. എന്തായാലും നമുക്കൊരു വിരാട് കോഹ്ലി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് ജലജ. അങ്ങനതേ കഷ്ടം. അപ്പോൾ അതങ്ങ് ഓഫ് ചെയ്തേരെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അന്നേരം TV ഓഫ് ചെയ്യിച്ചു. നമുക്ക് വിരാട് കോഹ്ലി മാത്രമല്ല സഞ്ജു സാംസണും ഉണ്ട്. ഇവിടെ ഫുട്ബോളിന് സാകല് മൂടും കളഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ആരും തിരിച്ചടിക്കാനൊന്നും പോകുന്നില്ലല്ലേ. അപ്പോൾ അവന്മാരെ കുഞ്ഞൻ ടീമാ, അതുകൊണ്ട് ഒരു 5 ഗോളെങ്കിലും അടിക്കണമായിരുന്നു എന്ന് ഫ്രാൻസിൽ നമ്മുടെ അബി അടിച്ചാലോ അതും മെസ്സി തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോഴും നമ്മുടെ അനി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി അനിയെ ശ്രദ്ധിക്കുന്നുണ്ടേ. നീ എന്താണ് മോനെ വിഷമിച്ചിരിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അവൻ ഇനി കല്യാണം കഴിയുന്നത് വരെ വിഷമമായിരിക്കും നമ്മുടെ അജയ്. നീ കാരണം അതിനേക്കാളും വിഷമിക്കുന്നുണ്ട് എൻ്റെ മോളൊന്ന് ജലജ. നിനക്കെന്താ അവളോട് സ്നേഹത്തോടെ മിണ്ടുകയും പറയുകയൊക്കെ ചെയ്താൽ അവൾക്കൊന്ന് പുറത്തോട്ട് പോയാലൊക്കെ എന്താ കുഴപ്പമെന്നൊക്കെ ജലജ ചോദിക്കുമ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ആർക്കും ഒരു മറുപടിയും കൊടുത്തില്ല. അനി അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നിശ്ചയത്തിന് മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛാ എന്ന് ജലജ പറയുമ്പോൾ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് മുത്തശ്ശൻ അന്നേരത്തേനും പറഞ്ഞു. എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് കിടക്കാൻ നോക്കാനും. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ് 10-75 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും കൊഞ്ഞാണെന്ന വിചാരമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, മനുഷ്യൻ്റെ സമയം കളയുന്നത് ക്രിക്കറ്റാണ് അല്ലാതെ ഫുട്ബോളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ മുത്തശ്ശൻ അങ്ങ് പോയി. എല്ലാവരും ഏറ്റു പോയി കഴിഞ്ഞപ്പോൾ ജലജ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ നയന കിടന്നു. ആ സമയത്ത് ആദർശ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അന്നേരം എങ്ങനെയാണ് ഞാൻ ഉറങ്ങുന്നത്, എന്തൊരു ബഹളമാണ് ഇവിടെയെന്ന് നയന ചോദിക്കുക. അർജൻറ്റീന ജയിച്ചോ? ജയിച്ചു. അതിൻ്റെ ബഹളം അവിടെ കേട്ടതെന്ന് ആദർശ നയനയോട് പറയാം. മുത്തശ്ശി വന്ന വഴക്ക് പറഞ്ഞ് എല്ലാവരും ഓടിച്ചതാണെന്നും മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും കിടക്കാൻ പോയെന്നും ആദർശ് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് നയന ചിരിക്കുന്നത് കൊള്ളാലോ ആദർശേട്ടാ. ഇപ്പോൾ ഫുട്ബോൾ പ്രവചന മത്സരമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി കളി തീരുന്നത് വരെ ഈ ബഹളമൊക്കെ പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷത്തേക്കാളും ഇത്തവണ ആവേശം കൂടുമെന്നും പറഞ്ഞു. സമ്മാനമായിട്ട് ലക്ഷങ്ങളുടെ കാറാണല്ലോ പറഞ്ഞിരിക്കണേ. അതും വെറും പറച്ചിലൊന്നുമല്ല, കൃത്യമായിട്ട് നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടവരെ അവരുടെ ബന്ധുക്കളെ ഒന്നും മത്സരത്തിൽ പങ്കെടുപ്പിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പർച്ചേസ് ചെയ്തവർക്ക് തന്നെ ആ ഗുണം എല്ലാം കിട്ടണമെന്നും ആദർശ് പറയുക. പ്രൈസ് വിതരണം ചെയ്യുന്നത് വലിയ ഇവൻ്റ് ആക്കാനൊക്കെ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അതേപ്പറ്റിയൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ആദർശ്. ഇനി എല്ലാവരുമായിട്ടൊന്ന് ചർച്ചയൊക്കെ ചെയ്യണം, എന്നിട്ടേ പൊതുവായിട്ടൊരു അഭിപ്രായത്തിലെത്താൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. നീ കിടന്നോട്ടോ, അപ്പോൾ ഇനിയിപ്പോൾ ഉറക്കമൊന്നും വരില്ല കുറച്ച് സമയത്തേക്ക് ആദർശേട്ടാന്ന് നയന പറയുമ്പം തിരികെ വന്നതിന് ശേഷം മൊത്തത്തിലും പഴയതിനേക്കാളും ആത്മവിശ്വാസവും സന്തോഷമൊക്കെ കൂടിയിട്ടുണ്ടല്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പം അതെ, നമ്മൾ മടങ്ങി വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മയാണെന്ന് നയന പറയുക. അത് നിന്നെ അടുത്ത് കിട്ടിയതിൻ്റെ സന്തോഷമാണെന്നും പിന്നെ നീ എപ്പോഴെങ്കിലും നന്ദുവിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചില്ല. നാളെ അവൾ വരുമോ? അത് അവൾ വരാൻ താല്പര്യം കാട്ടിയാലും അച്ഛനും അമ്മയും അവളെ കൊണ്ടുവരില്ല എന്ന് നയന പറഞ്ഞു. നാളെ അനിയുടെ നിശ്ചയം നടത്തല്ലേ, പിന്നെന്താ കൊണ്ടുവന്നാൽ? അനിയുടെ കല്യാണം കഴിഞ്ഞാലേ അച്ഛനും അമ്മയ്ക്കും അവളെ ഇവിടെ നടത്തുന്ന ചടങ്ങിലൊക്കെ ഭയമില്ലാതെ കൊണ്ടുവരാനായിട്ട് പറ്റൂ എന്നിങ്ങനെ നയന പറയുമ്പം പറഞ്ഞ ആദർശ് ഇങ്ങനെ ഫോൺ എടുത്തു എന്നിട്ട് ഫോണിൽ ഇരുന്ന് കളി കാണുക.
അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനെയാണ്. നാഗേന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. നാഗേന്ദ്രൻ ഫോൺ എടുത്തു. അപ്പോൾ അഭിയാണ് വിളിക്കുന്നത്. പറയടാ മോനെ, എല്ലാവരുടെയും കണ്ണ് തെറ്റിപ്പോൾ ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചതാണെന്ന് അഭി പറഞ്ഞപ്പം അവിടെ ഇപ്പോൾ എല്ലാവരും ഫുട്ബോളിൻ്റെ പുറകെ ആയിരിക്കും അല്ലേ എന്ന് നാഗേന്ദ്രൻ. അത് അച്ഛനറിയാമല്ലോ, വേൾഡ് കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബഹളമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് അഭി റൂട്ട് തിരിച്ചു. ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും നാഗേന്ദ്രൻ മനസ്സിലായി ആരോ വന്നെന്ന്. അപ്പോൾ ജലജ അഭിയുടെ നാഗേന്ദ്രനുമായിട്ടുള്ള സംസാരം കണ്ടുകൊണ്ട് നിന്ന് അവിടെ ഭൂകമ്പം ഉണ്ടാക്കും. ജലജ വന്നതേ ആ ഫോൺ തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിച്ചു. എന്നെ അമ്മ ഇതൊക്കെ നീ ആരാടാ വിളിച്ചത്? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാടാ ഫ്രണ്ട്? അമ്മ അറിയുന്ന ആളല്ല പിന്നെന്താ, എന്നാലേ ഞാൻ അവനൊന്ന് പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുമ്പോൾ എന്താ അമ്മ ഇത്, എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അഭി ഭയങ്കര വഴക്ക്. അപ്പോൾ മാറി നിൽക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാനെന്നൊക്കെ പറഞ്ഞ് ജലജ ഫോൺ എടുത്ത് പരിശോധിക്കുക, തിരിച്ച് വിളിക്കുവാണ്. ആ സമയത്ത് നാഗേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ അതേ നമ്മുടെ നാഗേന്ദ്രൻ ആകെ ഒരു ടെൻഷൻ. ഹലോ എന്ന് പറഞ്ഞ് ഹലോ വെച്ചപ്പോഴത്തേക്കും ആരാ നിങ്ങൾ ഇന്ന് ജലജ അതേ കിടക്കുന്നതെല്ലാം പോയപ്പോൾ നാഗേന്ദ്രനും ജലജയും കൂടെ നേരിട്ട് സംസാരിക്കാം. ഹലോ ഹലോ എന്ന് പറഞ്ഞ് ജലജ വെച്ചുകൊണ്ടിരിക്കുന്നു. ഫോൺ വെച്ചിട്ട് നാഗേന്ദ്രൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ, കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി നാഗേന്ദ്രന്. എൻ്റെ ശബ്ദം കേട്ടിട്ട് കട്ട് ചെയ്തല്ലോടാ എന്ന് ജലജ അഭിയോട്. അത് അയാളല്ലേടാ, ദേ അയാളുടെ ശബ്ദം പോലെയാണല്ലോ എനിക്ക് തോന്നിയത്, ആ നാഗേന്ദ്രൻ്റെ അല്ലേടാ എന്ന് ചോദിക്കുമ്പം അയ്യോ എൻ്റെ പൊന്നമ്മ അല്ല, ഞാൻ ആ ഡേവിഡ് സാറിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് അഭി പറയാം. പിന്നെ ഡേവിഡ് സാറിനെ അയാൾ MD ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഡേവിഡ് സാറിനെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് അയാളുടെ പേര് പറയാതിരുന്നതെന്ന് അഭി. അന്നേരം അഭി നിന്നെ ഞാൻ അറിഞ്ഞതുപോലെ ആരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൻ്റെ വേലയൊന്നും നീ എടുക്കരുത് കേട്ടോ. അന്നേരം അമ്മ എന്താ അമ്മ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അഭി ഏത് നേരം ഇതിന് അച്ഛൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളെങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അന്നേരം അച്ഛനോ, ഏതച്ഛനാണോ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഒച്ച വയ്ക്കുക കേട്ടോ. നിനക്ക് ഓർമ്മയാകുന്നത് മുന്നേ നിങ്ങൾ ഉപേക്ഷിച്ച് പോയവനാ, എന്നിട്ട് അച്ഛനാണത്രേ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അഭിയോട് പറഞ്ഞ് നിൽക്കുന്നു. നിനക്ക് പണവും പദവിയും കിട്ടിക്കഴിഞ്ഞാൽ ആരും അങ്ങ് ബന്ധുവാകുമല്ലോ അല്ലേ? അന്നേരം അതേ അമ്മ ഞാൻ പറഞ്ഞില്ലേ ഇന്നേ വരെ ഞാൻ അങ്ങേരെ കണ്ടിട്ടില്ല എന്നുള്ളത്, ഈ പറച്ചിലെ ഞാൻ 100% വിശ്വസിക്കത്തില്ല എന്ന് ജലജ അന്നേരം പറഞ്ഞു. അവന്തിക കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അവൾ ഒരിക്കലും കള്ളം പറയത്തില്ല എന്ന് ജലജ. പക്ഷേ അതുപോലെയല്ല നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീയും നവ്യൊക്കെ അവിടെ കയറി പറ്റിയത് അയാളുടെ കൃപ കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ. അയാൾ ചിലപ്പോൾ ഞങ്ങളെ പിന്നിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടാവും, അല്ലാതെ അയാൾ ഞങ്ങളുടെ മുന്നിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. എടാ പിന്നെ എങ്ങനെയാടാ വലിയ വലിയ ഡീലുകൾ നടന്നപ്പം നീ അതിലൊക്കെ കയറി പങ്കെടുത്തത്? ഒരു സാധാ മാനേജറായി നീ അവിടെയൊക്കെ പോകേണ്ട കാര്യം എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അത് ഡേവിഡ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അന്നേരം ഡേവിഡ് അല്ല, അതൊക്കെ നാഗേന്ദ്രൻ്റെ തീരുമാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേഷ്യപ്പെടുക. അങ്ങനെ ജലജ ദേഷ്യപ്പെട്ട് അഭിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ജലജയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്നുള്ളത് ജലജയ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇപ്പം നാഗേന്ദ്രൻ്റെ മക്കൾ ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ണ് തള്ളി പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ പല രഹസ്യങ്ങളും ജലജ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ജലജയുടെ തലയിൽ ഇടുത്തി പോലെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.